ഇന്ന് ഒരു ടെക്നോളജി സാധാരണക്കാർക്ക് വേണ്ടി പരിചയപ്പെടുത്തുകയാണ്. അല്പം ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് അറിയാവുന്നവർക്ക്. അതിൽ എൻ്റെ കയ്യിലുണ്ട് ഒരു സോളിനോയിഡ് റിലേ, ഒരു അനലോഗ് സ്വിച്ച് അല്ലെങ്കിൽ സോളിനോയിഡ് റിലേ. നമ്മളെ കാറുകളിലും അതുപോലെ പല ആവശ്യത്തിലും ഉപയോഗിക്കുന്ന ഒരു റിലേ, ഹൈ പവർ റിലേ, 40 ആംപിയർ 12 വോൾട്ട് ഡി സിയിൽ വർക്ക് ചെയ്യുന്ന ഒരു റിലേ. അതുപോലെ 100 വാട്ട്സും 60 വാട്ട് 160 വാട്ട്സ് ഉള്ള ഒരു ബൾബ്, 12 വോൾട്ടിൻ്റെ ഡി സി ബൾബ്. ദെൻ പിന്നെ എൻ്റെ അടുത്തുള്ളത് ചെറിയ 3 ലിഥിയം ബാറ്ററി. ഇതെല്ലാം കൂടി ഒരു 10 വോൾട്ടാണ്, 3.2 ഇൻറ്റു ഇത്രയും ഉണ്ടാവും, നിയർ അബൌട്ട് 12, 12ൻ്റെ താഴെ ഇവ ഒരു 12 വോൾട്ട് 40 ആംപിയറിൻ്റെ 40 AH-ൻ്റെ ഒരു ലെഡ് ആസിഡ് ബാറ്ററി. ഇതൊക്കെയാണ് ഇന്നത്തെ പരീക്ഷണത്തിലുള്ളത്. നോക്കാം നമുക്ക്. അതോടൊപ്പം തന്നെ ഒരു 9 വോൾട്ട് സാധാ ബാറ്ററി. ഇതിൽ ചാർജ് ഉണ്ടാകുന്ന തന്നെ എനിക്കറിയില്ല, വളരെ മൈന്യൂട്ട് ചാർജ് ആയിരിക്കും, എങ്കിലും കാണിച്ചു തരാം. പിന്നെ അൺബോക്സ് ചെയ്യാൻ ഇതിൻ്റെ എല്ലാം പകരമായി ഇറങ്ങിയ ഒരു പുതിയ ഡിജിറ്റൽ സ്വിച്ച് അല്ലെങ്കിൽ ഒരു സോളിഡ് സ്റ്റേറ്റ് റിലേ പരിചയപ്പെടുത്തണം. ഇത്ര വലിയ ഒരു ബൾബ് ഈ ബാറ്ററിയിൽ കൊടുക്കുമ്പോൾ നല്ല കറണ്ട് എടുക്കും. നിയർ അബൌട്ട് 10 ആംപിയർ കറണ്ട് എടുക്കും. ഇതാ ഞാൻ കാണിച്ചു തരാം. ഉണ്ടോ, ബൾബ് കത്തുന്നുണ്ട്, നല്ല ബ്രൈറ്റ് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ വലിയ സ്വിച്ചൊക്കെ ഓണാക്കണമെങ്കിലും ഓഫാക്കണമെങ്കിലും നമുക്ക് ഉണ്ടോ 100 വാട്ട്സാണ് കത്തുന്നത്. വലിയ സ്വിച്ച് വേണം. ഇപ്പോൾ കാറിലെ, ബസ്സിലെ അല്ലെങ്കിൽ ലോറിയിലെ ബൾബാണ്. ഇതിലാണ് നമ്മൾ സോളിഡ് സ്റ്റേറ്റ് റിലേ ഉപയോഗിക്കുന്നത്. എന്ന് വെച്ചാൽ അനലോഗ് റിലേ ഉപയോഗിക്കുന്നത്. ഇതൊരു സാധാരണ റിലേ ആണ്. ഈ ഒരു റിലേ വയർ ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ബൾബിലൂടെ ഒന്ന് കത്തിക്കുക. ഈ റിലേയിലൂടെ ഇപ്പം ഞാൻ ഇതിൻ്റെ വയർ ചെയ്തു, സീരിയസ് ആയിട്ടൊരു വയർ ചെയ്തു. ജസ്റ്റ് ആദ്യം ഇത് പരിചയപ്പെടുത്തിയാലേ നിങ്ങൾക്ക് ഈ ഒരു സ്വിച്ചിൻ്റെ പ്രത്യേകത അറിയൂ. അതുകൊണ്ടാണ് ഇതിപ്പോൾ ഞാൻ കൈകൊണ്ട് തന്നെ ഇതിനെ താഴ്ത്തി കൊടുക്കണം. ഈ റിലേ സ്വിച്ച് ഓണായി കൊടുക്കണം. അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, ഇതൊരു 12 വോൾട്ട് ഡി സി, ഇതൊരു ജസ്റ്റ് 12 വോൾട്ട് ഡി സി ആണ്. അത് നമുക്കൊന്ന് ഇതിൽ കൊടുക്കാം. ഇവിടെ കൊടുക്കണോ, ഇവിടെ കൊടുക്കണം. കണ്ടോ, ഈ ഒരു 12 വോൾട്ട് ഡി സി ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു റിലേ പ്രവർത്തിപ്പിച്ച് ഇങ്ങനെ ഏത് എക്യുപ്മെൻസിനെയും ഓണാക്കാം. ഒരു കുഞ്ഞ് പവർ മതി ഇൻപുട്ടിലേക്ക്. ഇതിൻ്റെ സോളിനോയിഡ് സ്വിച്ച് അല്ലെങ്കിൽ സോളിനോയിഡ് കോയിലിലേക്ക് നമ്മളിവിടെ ഒരു 12 വോൾട്ട് ഡി സി കൊടുക്കും. ഇങ്ങനെയാണല്ലോ ഒരു റിലേയുടെ പ്രവർത്തനം. ഇപ്പോൾ ഞാൻ 12 വോൾട്ടിലാണ് ഈ കളിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് ഷോക്ക് അടിക്കില്ല. ഇത് 220 ഏത് ടൈപ്പ് റിലേ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇങ്ങനെയാണ് വാഹനങ്ങളിലൊക്കെ റിലേ സ്വിച്ച് ഉപയോഗിക്കുന്നത്. സെൽഫ് സ്റ്റാർട്ടർ, മോട്ടോറിൻ്റെ അല്ലെങ്കിൽ വണ്ടിയുടെ സ്റ്റാർട്ടർ യൂസ് ചെയ്യണതും ഇങ്ങനെയാണ്. ഇനി നമുക്ക് ഈ ഒരു സ്വിച്ചിന് പകരം ഒരു ചിപ്പ് ഉപയോഗിച്ചാൽ എങ്ങനെ ഉണ്ടാകുമെന്ന്, അല്ലെങ്കിൽ ഒരു ട്രാൻസിസ്റ്റർ അല്ലെങ്കിൽ ഒരു സെമി കണ്ടക്ടറാണ് ഞാൻ ഈ ഉപയോഗിക്കാൻ പോണത്, അതിനെക്കുറിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് ഇത് മാറ്റി, വയർ മാറ്റി അൺബോക്സിങ് തുടങ്ങാം. ഇതാണ് സോളിഡ് സ്റ്റേറ്റ് റിലേ. ആമസോണിൽ നിന്ന് 24 മണിക്കൂർ കൊണ്ട് കിട്ടിയ സാധനം കേട്ടോ. ഇവിടെ പാക്കിങ്ങാണ്. ആ ഒരു വലിയ റിലേക്ക് പകരം ഈ ഒരു വലിയ ഈ റിലേയുടെ ബോക്സ് ഞാൻ അഴിച്ചതാട്ടോ. ഇതിൻ്റെ വലിയ ബോക്സൊക്കെ ഉണ്ട്. ഇതിന് ഉണ്ടോ, ഇത്രയും വലിപ്പമുള്ളതിന് പകരം അതിനേക്കാളും നല്ല ഫാസ്റ്റായിട്ട് ഓണാക്കാനും ഓഫാക്കാനും പറ്റുന്ന ഒരു സോളിനോയിഡ് റിലേ അല്ലെങ്കിൽ സോളിഡ് സ്റ്റേറ്റ് മൊഡ്യൂൾ എന്നാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. തായ്വാൻ കമ്പനി സോളിഡ് സ്റ്റേറ്റ് മൊഡ്യൂൾ. 5 വോൾട്ട് മുതൽ 60 വോൾട്ട് വരെ ഡി സി ആണ് ഇത് സ്വിച്ച് ചെയ്യുന്നത്. ഇതിൻ്റെ ഇൻപുട്ട് കൊടുക്കുന്നത് 3 വോൾട്ട് ടു 32 വോൾട്ട്, 3 വോൾട്ട് ഡി സി മുതൽ 32 വോൾട്ട് വരെ വളരെ ലോ ആംപിയറിൽ, എന്ന് വെച്ചാൽ മില്ലി ആംസ് ഇതിലൂടെ എടുക്കും. അത്ര കുറഞ്ഞ കറണ്ടിൽ വലിയൊരു കറണ്ടിനെ സ്വിച്ച് ചെയ്യുന്ന സോളിഡ് സ്റ്റേറ്റ് മൊഡ്യൂൾ. ഇതൊന്ന് നോക്കാം, നമുക്കൊന്ന് നോക്കാം. സെയിം ബാറ്ററിയും സെയിം ബൾബും തന്നെ നമുക്ക് നോക്കാം അതെങ്ങനെ വയർ ചെയ്യാന്നുള്ളത്. ഈ സാധനം തന്നെ 600 വോൾട്ടിൻ്റെതുണ്ട് കേട്ടോ. 600 വോൾട്ട് എ സി ഉള്ളതുണ്ട്, അതേപോലെ 600 വോൾട്ട് ഡി സി ഉണ്ട്. ഞാനിപ്പോൾ മേടിച്ചിട്ടുള്ളത് 60 വോൾട്ട് വരെ കൊടുക്കാൻ പറ്റുന്നതാണ്, മാക്സിമം 60 വോൾട്ട്. അതിൽ കൂടുതലുള്ളതൊക്കെ അത് വാങ്ങുമ്പോഴേ നിങ്ങൾ ശ്രദ്ധിച്ച് വാങ്ങണം. എത്ര ആംസാണ്, എത്ര വോൾട്ടാണ്, എ സി ആണോ ഡി സി ആണോ എന്നുള്ളത് ചോദിച്ച് വാങ്ങണം. പ്ലസ് നേരെ സീരിയലായിട്ടൊരു സ്വിച്ചായിട്ട് ഇതുവഴി കൊടുത്തു.
ഓക്കെ, നേരെ അതിൻ്റെ മൈനസ് നമ്മൾ ഇവിടെ കൊടുത്ത് അതിന് വേണ്ടി നമുക്കൊരു ക്ലിപ്പ് ഇടാം. ഓക്കെ, ദാറ്റ്സ് ഓൾ. ഇപ്പോൾ എന്തായിരിക്കും ഇവിടെ ഇങ്ങനെ ഞെക്കാൻ പറ്റാത്തതുകൊണ്ട് അതാ ഈ 2 കോണ്ടാക്റ്റാണ്, ഞെക്കാൻ പറ്റുന്നില്ല. ഇനി നമുക്ക് ഇതാ ഒരു കുഞ്ഞ് പവർ ഇതിലേക്ക് കൊടുക്കാം. ചെറിയ ആംബിയറിലുള്ള ഒരു വോൾട്ട് നമുക്കിതിൽ കൊടുത്താൽ അയ്യോ വേണ്ട, ഒച്ചയൊന്നുമില്ല. വളരെ ഫാസ്റ്റ് സ്വിച്ചിങ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് വേണ്ട, ഇങ്ങനെ ഫാസ്റ്റ് സ്വിച്ച് ചെയ്തിട്ട് ഒരുപാട് സംഗതികൾ ഇതുകൊണ്ട് ചെയ്യാൻ പറ്റും. ഞാനിത് പരീക്ഷണം നടത്തുന്നത് ഒരു മോസ്ഫെറ്റിന് പകരം അല്ലെങ്കിൽ ഒരു ട്രാൻസിസ്റ്ററിന് പകരം ഇങ്ങനെ ഫാസ്റ്റ് സ്വിച്ച് ചെയ്തിട്ട് ഹൈ വോൾട്ട് DC എങ്ങനെ AC ആക്കാം എന്ന് പരീക്ഷണത്തിനാണ് ഞാനിത് കൊടുത്തിട്ടുള്ളത്. ഇത്തരം 4 എണ്ണം ഉപയോഗിച്ച് 10 കിലോ വാട്ട് 20 കിലോ വാട്ട് ഇൻവെർട്ടറൊക്കെ നിർമ്മിക്കാനുള്ള ഒരു പരീക്ഷണത്തിലാണ്. ഇതാ ട്രാൻസ്ഫോമർ ഇല്ലാതെ DCയിൽ നിന്നും AC ആക്കുന്ന ഒരു പരീക്ഷണത്തിനാണ്. വലിയ ഇൻവെർട്ടർ ഉപയോഗിച്ചാണല്ലോ ഇപ്പോൾ കാര്യങ്ങൾ നടക്കണം. അതിന് പകരം ഇത് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളൊരു പരീക്ഷണമാണ്. പല രാജ്യത്തും ഇതിൻ്റെ പരീക്ഷണം നടക്കുന്നുണ്ട്. ഒരുപാട് എക്യുപ്മെൻറ്റ്സ് ഇതുപോലെ ഉണ്ടാക്കി ഇന്ന് മാർക്കറ്റിലുണ്ട്. ഒത്തിരി സർവോ സ്റ്റെബിലൈസർ, വലിയ ഇൻവെർട്ടറുകൾ IGBT ഒക്കെ ഉപയോഗിക്കുന്നതിന് പകരം ഇങ്ങനെ ഒരു സ്വിച്ചിങ്ങിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. വേണ്ട, അപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് 60 ആംപിയർ 50 ആംപിയർ 40 ആംപിയർ DCക്ക് ഒരു സ്വിച്ച് വേണം എങ്കിൽ ഒരിക്കലും ഇത്തരം ഒരു സോളിനോയിഡ് റിലേ അല്ല ഉപയോഗിക്കേണ്ടത്. പകരം ഒരു സോളിഡ് സ്റ്റേറ്റ് ഉറച്ച മൂവ് ചെയ്യാത്ത ഒരു റിലേ അല്ലെങ്കിൽ ഒരു മൊഡ്യൂളാണ് ഉപയോഗിക്കേണ്ടത് എന്ന. ഇതിന് 400 ചില്ല രൂപയാണ് ഞാൻ കൊടുത്തത്. ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ആമസോണിലുണ്ട്, ഞാൻ ഇടാം. വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതാണ്. AC ആണോ DC ആണോ എന്ന് നിങ്ങൾക്ക് വേണ്ടത് ഉറപ്പുവരുത്തുക. എത്ര വോൾട്ട് വരെ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. 600 വോൾട്ട് വരെ ഉള്ളത് ഇപ്പോൾ ഓൺലൈനിൽ ഞാൻ മാർക്കറ്റിൽ കണ്ടു. 500 രൂപ 600 രൂപ 400 രൂപ 400 to 600ൻ്റെ റേഞ്ചിൽ ഈ സോളിഡ് സ്റ്റേറ്റ് മൊഡ്യൂൾസ് ഇന്ന് മാർക്കറ്റിലുണ്ട്. ഇതൊന്നും പെട്ടെന്ന് ചീത്തയാവില്ല, ഹൈ ആംബിയർ ആണ്. ഇത് ചൂടാവാതിരിക്കാൻ നല്ലൊരു ഹീറ്റ്സിങ്ങും കൊടുക്കാം. നമുക്ക് വളരെ കറണ്ട് കുറഞ്ഞ ഈ ഒരു ചെറിയൊരു ബാറ്ററിയിൽ നമുക്ക് ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നാണ് ഇനി നോക്കാം. നമുക്കൊക്കെ അറിയാം ഇതിൽ എത്രയുള്ള കറണ്ട് മില്ലി ആംസ് ഇതിലുള്ളൂ, വളരെ കുറഞ്ഞ വാട്ട്സാണ് എന്നുള്ളത് നമുക്കറിയാം. ഇതുപയോഗിച്ച് നമുക്ക് ഇങ്ങനെ ഒരു 100 വാട്ട്സിൻ്റെ ബൾബ് കത്തുമോ, ആ റിലേ വർക്ക് ചെയ്യുമോ എന്നുള്ളത് നോക്കാം. ഓക്കെ, വാവ്, അതും വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം ഒരു ഇതിനകത്ത് വർക്ക് ചെയ്യുന്ന സിസ്റ്റം ഒപ്റ്റോ കപ്ലർ എന്നതിന് പറയാം. ഒപ്റ്റിക്കൽ കപ്ലിംഗ്, ഒപ്റ്റോ കപ്ലർ എന്ന് വെച്ചാൽ ഒരു LED-യും ഒരു ഫോട്ടോ ട്രാൻസിസ്റ്ററും കൂടി ചേർന്നിട്ടാണ് ഇതിൻ്റെ പ്രവർത്തനം. അതുകൊണ്ട് തന്നെ ഒരു LED വർക്ക് ചെയ്യുന്ന ഒരു ഇൻപുട്ട് കറണ്ട് മാത്രം മതി ഇത് വർക്ക് ചെയ്യാൻ. ഇത് എത്ര സമയം വേണമെങ്കിലും ഇതൊരു സ്വിച്ചാക്കാം, നമുക്ക് ഇതിനൊരു സോഫ്റ്റ് സ്വിച്ചാക്കാം. ഇങ്ങനെയാണ് റിമോട്ട് കൺട്രോളറും അതുപോലെ വലിയ ഒരു എക്യുപ്മെൻസിനെ ചെറിയൊരു സ്വിച്ചൊക്കെ ഉപയോഗിച്ച് ഓണാക്കുന്ന സിസ്റ്റം ഇതാണ്. ഓക്കെ, ഇനി നമുക്ക് ഒരു സോളാർ പാനൽ ഉപയോഗിച്ച് എങ്ങനെ സ്വിച്ച് ചെയ്യാം. ഇപ്പോൾ ഞാനൊരു സോളാർ പാനലാണ്, ഒരു ചെറിയ സോളാർ പാനൽ, ചെറുതെന്ന് വെച്ചാൽ 30 വാട്ടിൻ്റെ ഒരു സോളാർ പാനലാണിത്. ഇതിലിപ്പോൾ ഈ ഒരു കുഞ്ഞ് LED ആണ് ഇതിലിപ്പോൾ ഈ ഒരു ഡാർക്ക് പ്ലേസിൽ വെച്ച് കത്തുന്നത് കണ്ടല്ലോ. ഈ ഒരു പവർ കൊണ്ട് ഇനി ഇത് വർക്ക് ചെയ്യുമോ എന്നുള്ളത്. അപ്പോൾ എന്താവും, നമുക്ക് സോളാറിൻ്റെ വയറിങ്ങിൽ വലിയ സോളാർ പാനൽ പുറത്തുനിന്ന് വരുന്നുണ്ട്, അതിനെ ഒരു സ്വിച്ചാക്കി ഓണാക്കാനും ഓഫാക്കാനും ഒരു മെക്കാനിക്കൽ സ്വിച്ച് അല്ല നല്ലത്, ഇതുപോലത്തെ ഇലക്ട്രോണിക് സ്വിച്ചാണ് നല്ലത്. നോക്കാം നമുക്കിനി ഈ ഒരു പവറാണ് ഞാനിവിടെ ഈ ഒരു LED-ക്ക് പകരം, ഇതിപ്പോൾ ഒരു LED കേട്ടോ കത്തുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ ഒരു 3 വോൾട്ടേ ഇപ്പോൾ ഇതിൽ നിന്ന് വരുന്നുള്ളൂ എന്നാണ് മനസ്സിലാക്കിയത്. ഒരു 3 വോൾട്ട് കത്തുന്ന LED ആണല്ലോ. ഇനി നമുക്ക് ഈ ഒരു പവറിനെ ഞാനൊന്ന് ഇങ്ങോട്ട് കൊടുക്കുകയാണ്. ഇത് ക്യാമറ സ്റ്റാൻഡ് എല്ലാം കൂടി കുലുങ്ങാൻ തുടങ്ങി. വാവ്, മാഷാ അല്ലാ, ഉണ്ടോ?
ഇതന്നെ ഈ പാനൽ തന്നെ കൊടുത്തിട്ടുള്ള കേട്ടോ. ആരും ക്യാമറമാനായി പിടിക്കാനില്ലാത്തതാണ്. ഇതിൽ തട്ടിപ്പ് തരികടയൊന്നുമില്ല. എൻ്റെ ഒരു വീഡിയോയിലും ഇന്ന് വരെ ഹിഡനായി ഞാൻ എന്തെങ്കിലും ഒളിപ്പിച്ച് വെച്ച് ഒരു വീഡിയോ ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫ്രീ എനർജി എന്ന് പറയുന്നത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ആ ഫ്രീ എനർജി ആ വീഡിയോയുടെ അവസാനം തട്ടിപ്പാണ്, ആരും ഇത് അനുകരിക്കരുത്. ഇതുപോലെ ഒരുപാട് വീഡിയോ യൂട്യൂബിലുണ്ട് എന്ന് ഞാൻ പറയാറുണ്ട്. അല്ലാതെ ചെയ്യുന്ന മുഴുവനും വീഡിയോ യാഥാർത്ഥ്യമാണ്. ഒരു തട്ടിപ്പും തരികടയും ഇതിനകത്തില്ല. ഓരോ ദിവസവും ഞാൻ ചെയ്യുന്ന എക്സ്പെരിമെൻ്റ്, പരീക്ഷണ നിരീക്ഷണങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. ഇതുപയോഗിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു നേട്ടം കിട്ടിയാൽ ദാറ്റ്സ് ഓൾ, അതാണ് എൻ്റെ ഏറ്റവും വലിയ ലാഭം. ഇനി ഇതൊക്കെ ഞാൻ ചെയ്യുന്നത് ഒരല്പെങ്കിലും ടെക്നിക്കലി ഇലക്ട്രോണിക്സ് അറിയാവുന്നവർക്കാണ്. ഒരുപാട് അറിയാവുന്നവർക്ക് ഇത് ആവശ്യമില്ല. ഇതെല്ലാം നിങ്ങൾക്കറിയാം. സാധാരണക്കാരായ ഇത്തിരി പഠിച്ചുകൊണ്ടിരിക്കുന്ന ടെക്നിക്കൽ നോഹയുള്ള ഇലക്ട്രോണിക് ടെക്നീഷ്യന്മാരുടെ അറിവിലേക്കാണ് ഇത് ഞാൻ ചെയ്യുന്നത്. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെയുള്ള കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം.